അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബറാഅത്ത് രാവിൽ കൂടുതലായി ചൊല്ലേണ്ട, വർദ്ധിപ്പിക്കേണ്ട ഒരു മഹത്തായ ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ്. വലിയ മഹത്വം നിറഞ്ഞ ഒരു ദിക്റാണ്. രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ വലിയ മഹത്വം ലഭിക്കുന്ന ഒരു ദിക്റാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഫാത്തിമത റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, മാ യംനഉകി അൻ തസ്മഈ മാ ഊസിക ബിഹി. ഞാൻ വസിയത്ത് ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ട് നിനക്കുണ്ടോ മോളെ? വല്ല തടസ്സമുണ്ടോ? അൻ തഖൂലി ഇദാ അസ്ബഹതി വ ഇദാ അംസൈതി. രാവിലെയും വൈകുന്നേരവുമായാൽ, രാവിലെ ആയാൽ ഇദാ അംസൈതി, വൈകുന്നേരമായാൽ അൻ തഖൂലി, നീ പറയണം, യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. നല്ല ഒരു ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു, എന്നെന്നും ജീവനുള്ള ജീവിക്കുന്ന അല്ലാഹുവേ, യാ ഖയ്യൂം, എല്ലാത്തിനും കഴിവുള്ള ശക്തിയുള്ള അല്ലാഹുവേ, ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട്, അസ്തഗീസ്, നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. അസ്ലിഹ് ലീ ശഅനി കുല്ല, ഇന്നത്തെ ദിവസം ഞാൻ ഉദ്ദേശിച്ച എൻ്റെ എല്ലാ കാര്യങ്ങളും നീ, എൻ്റെ എല്ലാ കാര്യങ്ങളും, മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നീ അത് നന്നാക്കി തരണം, വിജയിപ്പിച്ചു തരണം, എനിക്ക് സന്തോഷം വരുത്തുന്ന നിലക്ക് നീ പൂർത്തിയാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കാര്യം എനിക്ക് നീ ബുദ്ധിമുട്ടാക്കല്ലേ. നല്ല അർത്ഥമുള്ള ഒരു ദിക്റാണ്. രാവിലെയും വൈകുന്നേരവും പറയാൻ മഹാനായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രത്യേകമായി നിർദ്ദേശിച്ച ഒരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇത്രമാത്രമാണ് നാം ബറാഅത്തിന്റെ രാവിൽ ചൊല്ലൽ മഹാന്മാര് നമുക്ക് നിർദ്ദേശിച്ചത്. ഇതിന്റെ പൂർണ്ണമായ രൂപം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അപ്പോൾ എല്ലാ ആളുകളും ബറാഅത്തിന്റെ രാവിൽ കഴിവിന്റെ പരമാവധി എത്രയാണോ നമുക്ക് സാധിക്കുന്നത് കഴിയുന്ന അത്രത്തോളം ചെല്ലുക. എന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരും. നാം ഉദ്ദേശിച്ച ഒരു കാര്യം അല്ലാഹു ബുദ്ധിമുട്ടാക്കി തരൂല, എല്ലാം എളുപ്പത്തിൽ അല്ലാഹു പൂർത്തിയാക്കി തരും. ഇത് എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 3 വട്ടം, രാവിലെ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഉദ്ദേശിച്ച എല്ലാ മുറാദുകളും അല്ലാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഇനി നമ്മൾക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ടും സഹായം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു മുമ്പ് ഒരാളുടെ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ട്. അവരുടെ കൈകളിൽ ഞാൻ ആ സഹായം എത്തിച്ചിട്ടുണ്ട്. അവരുടെ ദുആ എന്നും നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചാനലിൻ്റെ അഡ്മിൻ, അതായത് ഒരു വീട് കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഇതൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളാൽ കഴിയുന്നൊരു സഹായം ആ വീടിന്, നമ്മുടെ ചാനലിൻ്റെ അഡ്മിനാണ് എല്ലാ ദിവസവും നിങ്ങളിൽ എത്തിച്ചു തരുന്ന അതിൻ്റെ ഒരു 80% ക്രെഡിറ്റ് കൊടുക്കേണ്ട അഡ്മിനാണ് എല്ലാ ഇതും നിങ്ങളിൽ എത്തിച്ചു തരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ സഹായിക്കും എന്നൊരു വിശ്വാസത്തോടെ എന്നും ആ അഡ്മിൻ്റെ ദുആയും നമ്മുടെ ഉസ്താദിൻ്റെ ദുആയും എന്നും നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ സഹായം നമ്മളിവിടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു എന്നും വസിയത്തോടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.